So this is our problem. A system of coplanar static forces acting on a rigid body as shown in figure. Reduce the force into a single force and couplet A, single force and couplet B. Okay. So നമുക്കൊരു ഫോഴ്സ് സിസ്റ്റം തന്നിട്ടുണ്ട്. നമുക്ക് 4 ഫോഴ്സ് അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സിംഗിൾ പ്രോബ്ലം പല സബ് ഹെഡിങ്സ് ആയിട്ട് പറയുന്നുണ്ട്. സോ അതിൻ്റെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു റെഡ്യൂസ് ദ ഫോഴ്സ് ഇൻറ്റു സിംഗിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. ആണ് നമ്മളുടെ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോഴ്സിനെ ഒരു സിംഗിൾ ഫോഴ്സും എയിൽ വരുന്നൊരു കപ്പിളായിട്ട് റെഡ്യൂസ് ചെയ്യണം. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോഴ്സ് സിസ്റ്റത്തിന് ഒരു സിംഗിൾ ഫോഴ്സും കപ്പിൾ അറ്റ് ബി ആയിട്ടും റെഡ്യൂസ് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സിസ്റ്റത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സിസ്റ്റത്തിന്റെ റൈറ്റ് ഹാൻഡ് ആണ്. ഓരോന്നിൻ്റെയും ഡയമെൻഷൻ എല്ലാം ഫിഗറിൽ പറയുന്നുണ്ട്. ഓക്കെ. സോ നമുക്കിനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതിന് നമുക്കൊരു സൈൻ കൺവെൻഷൻ വേണം. ഇതിൽ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സൈൻ കൺവെൻഷൻ ആണിത്. റൈറ്റിലേക്കുള്ളതും അപ്പ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. സോ ഇതിന് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തിയറം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് ഫോഴ്സസ് ആണ്. അതായത് ഒരു റിജിഡ് ബോഡിയിലേക്ക് നമ്മളൊരു ഇക്വലിബ്രിയത്തിലുള്ള ഒരു ഫോഴ്സ് സിസ്റ്റം, റിജിഡ് ബോഡിയിലുള്ള ഫോഴ്സ് സിസ്റ്റത്തിലേക്ക് ഒരു ഇക്വലിബ്രിയത്തിലുള്ള ഫോഴ്സ് സിസ്റ്റം ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ ആ റിജിഡ് ബോഡിയിൽ ആ ഫോഴ്സ് സിസ്റ്റത്തിനുള്ള ഇഫക്റ്റ് ചേഞ്ച് ആവില്ല. ഓക്കെ. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. സോ നമുക്ക് ആദ്യം വേണ്ടേ, സോ ഇതിനകത്ത് നമുക്ക് ഓരോ കേസ് ആയിട്ട് തന്നെ ഇതിനെ നോക്കാം. സോ ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് first we need to reduce the force system into a single force, so that we need to find out the resultant. അതാണ് ആ പ്രോബ്ലം പറയുന്നത്. ഓക്കെ. സോ നമ്മളതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനെന്ത് ചെയ്യണം? ആദ്യം എല്ലാ ഫോഴ്സിനെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് അതിൻ്റെ സം എടുക്കണം അല്ലേ. സോ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മാണ് എടുക്കാൻ പോകുന്നത്. ഈ സിസ്റ്റത്തിൽ നോക്കുക, എന്തെങ്കിലും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടോ? ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഇല്ല. ഉള്ള 4 ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. ഓക്കെ. സോ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു 0. നെക്സ്റ്റ് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ്. വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ നോക്കുക. നമ്മളുടെ സൈൻ കൺവെൻഷനിൽ അപ്പ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആയിരിക്കും പോസിറ്റീവ്, ഡൗൺ ഡയറക്ഷനിലെല്ലാം നെഗറ്റീവ് ആയിരിക്കും. സോ സിഗ്മ വി ഈക്വൽ ടു ഏതൊക്കെ ഫോഴ്സ് വരിക? വി ഹാവ് 20 ന്യൂട്ടൺ അപ്വേർഡ് ആണ്. സോ അത് ഒബ്വിയസ്ലി പോസിറ്റീവ് ആണ്. ദെൻ അടുത്ത വരുന്ന 150 ന്യൂട്ടൺ, അത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് 150. അടുത്തത് 70 ന്യൂട്ടൺ, അത് ഏത് ഡയറക്ഷനിലാണ്? അപ്പ് ഡയറക്ഷൻ ആണ്. സോ പ്ലസ് 70. അടുത്ത 10 ന്യൂട്ടൺ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് 10. ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് മൈനസ് 70 ന്യൂട്ടൺസ്. ഓക്കെ. സോ നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കാം. റിസൾട്ടൻ്റ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. സോ അടുത്ത ടൈം കോസ് തീറ്റ എന്നുള്ളതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ അത് 90 ഡിഗ്രി ആയതാണ്. ആ ടൈം വാനിഷ് ആയി പോകുന്നതാണ്. സോ റിസൾട്ടൻ്റ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. ഫ്രം ദാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്രം ദാറ്റ് ആർ ഈക്വൽ ടു എത്ര വരും? 70 ന്യൂട്ടൺസ് അല്ലേ. സോ നമ്മൾ ആറിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആറ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഏതായിരിക്കും? മൈനസ് ഡയറക്ഷൻ ആയിരിക്കും. അത് തീറ്റ ലൊക്കേറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രോബ്ലത്തിനകത്ത് നോക്കാം. നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് ഫോഴ്സ് ഒന്നുമില്ല. സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് 70 ന്യൂട്ടൺ ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നു ടാൻ തീറ്റ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അതിനകത്ത് നമുക്ക് തീറ്റ 90 ഡിഗ്രി കിട്ടും. സോ ആ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. അത് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ. നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ്, അത് ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആണ്. സോ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാവുന്നില്ല. ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അത്ര ഒന്ന് 70 ന്യൂട്ടൺ അല്ലേ. ആ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ റിസൾട്ടൻറ്റും അത് തന്നെയായിരിക്കും. സോ അങ്ങനെയാണ് റിസൾട്ടൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്കിപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് എടുക്കുന്നത്? റിസൾട്ടൻ്റ് ഇതിൻ്റെ അകത്ത് എവിടെ വരും നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം അല്ലേ. സോ നമുക്ക് റിസൾട്ടിൻ്റെ ഈ ഫിഗറിനൊരു കോപ്പി എടുക്കാം.
കോപ്പി എടുക്കാൻ പോവാണ്. പഴയ ഡാറ്റയൊക്കെയാണ്, നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ നമുക്കിനി ഇതിൻ്റെ അകത്ത് റിസൾട്ടൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. റിസൾട്ടൻ്റ് ഏകദേശം നമുക്കറിയാം, റിസൾട്ടൻറ്റിൻ്റെ ഏകദേശം നമുക്ക് എവിടെയെങ്കിലും അയക്കാം. അത് റിസൾട്ടൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. സോ റിസൾട്ടൻ്റ് സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും വിചാരിക്കും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെയാണ് റിസൾട്ടൻ്റ് വരുന്നത്. ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ഈ ഡിസ്റ്റൻസ്, അതായത് എ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, റിസൾട്ടൻറ്റിൻ്റെ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ബി എക്സ് മീറ്റർ. ഇത്രയും ഡിസ്റ്റൻസ് എക്സ് മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതാണ് റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റെ വാല്യൂ എത്രയായിരുന്നു? ദാറ്റ് വാസ് 70 ന്യൂട്ടൺസ്. എക്സ് മീറ്ററിലാണ്. നമ്മൾ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് അതിൻ്റെ മൊമെൻ്റ് എല്ലാം ആഡ് ചെയ്താൽ മതി. ഏത് തിയറം? വെരിഗ്നോൺസ് തിയറം അല്ലേ? സോ വെരിഗ്നോൺസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടൻ്റ് ലൊക്കേറ്റ് ചെയ്യുക. വെരിഗ്നോൺസ് തിയറം എന്താ പറയുന്നത്? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടെങ്കിൽ റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന മൊമെൻറ്റും ഇൻഡിവിജ്വൽ ഫോഴ്സസ് ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ അൾജിബ്രായിക് സമം ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇൻഡിവിജ്വൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കാം. സോ ഞാനിപ്പോൾ എബൌട്ട് എ ആയിട്ടാണ് മൊമെൻറ്റ് എടുക്കാൻ പോകുന്നത്. സോ എം എ ഈക്വൽ ടു ഈ ഫോഴ്സ് 20 ന്യൂട്ടൺ കാരണം ഫോഴ്സ് ഉണ്ടാവും, അവിടെ മൊമെൻറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? 20 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തന്നെയാണ്, ലിവർ ആം ഡിസ്റ്റൻസ് ഇല്ല. സോ 20 ന്യൂട്ടൺ കാരണം അവിടെ മൊമെൻറ്റ് ഉണ്ടാവില്ല. ഇനി അടുത്തത് 150 ന്യൂട്ടൺ. 150 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. അപ്പോൾ അതിന് മൊമെൻറ്റ് ഉണ്ടല്ലോ, അതിനൊരു ലിവർ ആം ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ലൈൻ ഓഫ് ആക്ഷനും കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ലിവർ ആം ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബി ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ലിവർ ആം ഡിസ്റ്റൻസ്. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമ്മളുടെ സൈൻ കൺവെൻഷൻ എന്താണ്? ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി നോക്ക്, ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? എന്താ കണ്ടുപിടിക്കാൻ ഷോർട്ടസ്റ്റ് വഴി? നമ്മുടെ ലിവർ ആം ഡിസ്റ്റൻസിനെ ഒരു അയൺ റോഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തന്നെ ഹിഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അയൺ റോഡ് അതിനിവിടെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും? ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? ഇങ്ങനെയല്ല അത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇതേതാ ഡയറക്ഷൻ? ദിസ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അത് പോസിറ്റീവ് ആണ്. ഇനി അടുത്തത് ഇവിടെ ആക്ട് ചെയ്യുന്ന 70 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ്, ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ആക്ട് ചെയ്യുന്ന 70 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ്, അത് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് അല്ലേ? ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് 2 മീറ്റർ. സോ ദാറ്റ് ഇസ് മൊമെന്റ് വാല്യൂ 70 ഇൻറ്റു 2. ഓക്കെ, ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ലിവർ ആം ഡിസ്റ്റൻസ്, അതിനെ ഒരു അയൺ റോഡായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മളുടെ പോയിന്റ് എ അതിനെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, റോഡ് അതിൻ്റെ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ റോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? ദിസ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ഹെൻസ് ദിസ് ഈസ് നെഗറ്റീവ്. ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണ് എടുത്ത്, സോ നമ്മൾ അതിനെ ആൻറ്റി ക്ലോക്ക് വൈസിനെ നെഗറ്റീവായിട്ട് എടുക്കുക. ഇനി അടുത്തത് 10 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സ്, അതിൻ്റെ മൊമെന്റ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ, ഇതാണ് പോയിന്റ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് 3.5 മീറ്റർ അല്ലേ? സോ 10 ഇൻറ്റു 3.5. അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? അയൺ റോഡ് ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അപ്പോൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? ദിസ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഹെൻസ് പോസിറ്റീവ്. വേറെ ഫോഴ്സുകളൊന്നുമില്ല, ആഡ് ചെയ്യുക. ദാറ്റ് വിൽ ബി എത്ര വരും? 45 ന്യൂട്ടൺ മീറ്റേഴ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഫോഴ്സസ് കാരണം പോയിന്റ് എയിൽ ഉണ്ടാവുന്ന മൊമെന്റ്. വെരിഗ്നോൺസ് തിയറം എന്താ പറയുന്നത്? ദിസ് മൊമെന്റ് വിൽ ബി ഈക്വൽ ടു മൊമെന്റ് കോസ് ഡ്യൂ ടു ദി റിസൾട്ടന്റ് ഫോഴ്സ്.
this moment will be equal to moment caused due to the resultant force. Resultant force ആർന്നുള്ള moment. And the resultant force ആർന്നുള്ള moment about same point. Okay. So ഈ 70 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ റിസൾട്ടന്റ് ഫോഴ്സ് കാരണം എയിൽ വരുന്ന മൊമെന്റ് അത് എത്രയാണ്? നമുക്കറിയാം മൊമെന്റ് വാല്യൂ ഫോഴ്സ് ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് അല്ലെ, എക്സ് മീറ്റർ ആണ് അതിന്റെ ഡിസ്റ്റൻസ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് കളർ മാറ്റിയിടാം. ഓക്കെ, സോ എക്സ് 70 ഇൻറ്റു എക്സ്. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഏതാണ്? ഇതാണ് നമ്മളുടെ അയൺ റോഡ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എ ആണ്. സോ അവിടെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. അയൺ റോഡ് ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അയൺ റോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഹെൻസ് ദിസ് ഇസ് ഓൾസോ പോസിറ്റീവ് അല്ലേ? അപ്പോൾ 45 ഈക്വൽ ടു 70 ഇൻറ്റു എക്സ് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ഫ്രം ദാറ്റ് ഡിലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത. ഓക്കെ, സോ ഫ്രം ദാറ്റ് we will get x equal to 0.64 meters. So x എന്ന് പറഞ്ഞാൽ 0.64 meters ആണ്. ഓക്കെ, സോ നമ്മൾ റിസൾട്ടന്റിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് ഓവർ ആണ്. We have successfully reduced the force system into a single force. അതായത് നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു, അതിനെ ലൊക്കേറ്റും ചെയ്തു. നമ്മുടെ അടുത്ത കേസ്, we have to reduce the force system into a single force and a couplet A. നമുക്ക് ഈ മൊത്തം സിസ്റ്റത്തിന് ഒരു ഫോഴ്സും അതായത് എയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സും, അതായത് പോയിന്റ് ഈ എയിൽ ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ഫോഴ്സും മൊമെന്റും ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യണം. കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് അറ്റ് എ ഇറ്റ്സെൽഫ്. ഓക്കെ, അതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫിഗർ എടുക്കാം. ഇത് കോപ്പി എടുക്കാം നമുക്ക്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, ഓക്കെ, ആവശ്യമില്ലാത്ത ഫോഴ്സിനൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽ ഫോഴ്സസിനൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ അതിനെല്ലാത്തിനെയും ഒറ്റ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പുതിയ ഫോഴ്സ് സിസ്റ്റം. 70 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോഴ്സ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 0.64 മീറ്ററിൽ 0.64 എന്ന് 0.64 മീറ്ററിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ റിസൾട്ടന്റ് ഫോഴ്സ്. അത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 0.64 മീറ്റർ മാറിയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഫോഴ്സ് സിസ്റ്റം. നമുക്കിനി ഈ ഫോഴ്സ് സിസ്റ്റത്തിനെ എയിൽ ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ഫോഴ്സും ഒരു മൊമെന്റുമായിട്ട് കപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെന്താ വേണ്ടത്? അതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താ പറയുന്നത്? ഒരു ഓൾറെഡി ഉള്ള ഒരു ഫോഴ്സ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വേറൊരു ഫോഴ്സ് സിസ്റ്റം ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ, പ്രൊവൈഡഡ് നമ്മൾ ഈ രണ്ടാമത് കൊണ്ടുവരുന്ന ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഓക്കെ, അതായത് അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് 0 ആയിരിക്കണം. അങ്ങനെ ഒരു നെറ്റ് ഇഫക്റ്റ് 0 ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് വേറെ ഫോഴ്സ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്താലോ സബ്സ്ട്രാക്ട് ചെയ്താലോ ആ പാരന്റ് ഫോഴ്സ് സിസ്റ്റത്തിന് യാതൊരുവിധ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു പുതിയൊരു ഫോഴ്സ് സിസ്റ്റത്തിനെ കൊണ്ടുവരാൻ പോവാണ്. നമുക്ക് എന്താ വേണ്ടത്? നമ്മളുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും മൊമെന്റും ആയിട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എയിൽ തന്നെ ഒരു ഇക്വിലിബ്രിയം ഫോഴ്സിനെ കൊണ്ടുവരണം. ഇക്വിലിബ്രിയം ഫോഴ്സിനെ കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എത്രയാണോ റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടിയിട്ടുള്ളത് ആ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഇക്വിലിബ്രിയം ഫോഴ്സുകൾ, ഇക്വിലിബ്രിയം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങനെ ഇവിടെ 70 ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിൽ തന്നെ ഡൗൺവേർഡ് ആയിട്ടും സെയിം വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്കൊരു ഇക്വിലിബ്രിയം കിട്ടും അല്ലേ. ഇവിടെ ഇങ്ങനെ എയിൽ നമ്മളൊരു ഇപ്പം ചെയ്തതെന്ന് ഒന്നുകൂടി പറയാം. നമുക്കൊരു റിസൾട്ടന്റ് ഫോഴ്സ് 70 ന്യൂട്ടൺ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് എയിലൊരു ഫോഴ്സും ആ ഫോഴ്സിൽ എനിക്ക് എയിൽ ഒരു ഫോഴ്സും കപ്പിളുമായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അത് ഞാൻ എയിലൊരു ഇക്വിലിബ്രിയം ഫോഴ്സ് സിസ്റ്റം അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് സിസ്റ്റത്തിന്റെ പ്രത്യേകത അതിന്റെ മാഗ്നിറ്റ്യൂഡ് 70 ന്യൂട്ടൺ ആണ്. ഇപ്പൊ ഈ ഫോഴ്സിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? എയിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു 2 ഫോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി ഓപ്പോസിറ്റ് ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അതാണ് ഇക്വിലിബ്രിയം ഫോഴ്സ്. അതിന്റെ നെറ്റ് ഇഫക്റ്റ് 0 ആയിരിക്കും. നമ്മൾ ഇതിനകത്തേക്ക് അങ്ങനെ ഫോഴ്സ് സിസ്റ്റം കൊണ്ടുവന്ന് ആഡ് ചെയ്തു. അപ്പോൾ ഇതിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇനി ഈ ഫിഗറിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനത്തെ ഒരു ഫോഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വേണ്ട ഇപ്പോൾ ഇപ്പം നമ്മളുടെ കേസ് നമ്മൾ അച്ചീവ് ചെയ്തു അല്ലേ. ഇപ്പൊ ഓക്കെ, നമുക്ക് എയിലൊരു ഫോഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആക്ച്വലി അപ്ലൈ ചെയ്തത് ഇതും കളറുമില്ല. അപ്പോൾ പറഞ്ഞ കുറച്ചുകൂടി കാര്യമാണ് ക്ലിയർ ആവും. ഓക്കെ, ഈ യെല്ലോ ഫോഴ്സ് കാണിച്ചാണ് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോഴ്സ്. എനിക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ കൊണ്ടുവന്നത് ഈ യെല്ലോ ലൈനിലുള്ള ഫോഴ്സ് സിസ്റ്റം ആണ്. ഇതൊക്കെ ആഡ് ചെയ്ത് ഇതിനൊരു ഇഫക്റ്റ് ചേഞ്ചും ഉണ്ടാവില്ല. ഇനി നോക്കാം, ഇതിൻ്റെ അകത്ത് ഈ ഫോഴ്സ് 70 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സും ഈ ഫോഴ്സും കൂടി കപ്പിൾ ജനറേറ്റ് ചെയ്തില്ലേ അല്ലെ. രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഇപ്പൊ ഇതൊരു കപ്പിള് ജനറേറ്റ് ചെയ്തു അല്ലേ. ദിസ് ഫോഴ്സ് ആൻഡ് ദിസ് ഫോഴ്സ് കണ്ടോ, അതൊരു കപ്പിളായിട്ട് ജനറേറ്റ് ചെയ്തു. ഈ കപ്പിൾ ഉണ്ടാക്കുന്ന കപ്പിൾ എന്തായിട്ടായിരിക്കും ഉണ്ടാക്കുക? ഒരു എയിൽ ഒരു മൊമെന്റ് ജനറേറ്റ് ചെയ്യും. കപ്പിളിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതിനെ എയിലെ ഒരു മൊമെന്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അല്ലേ. ആ മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ഓഫ് ദി ഫോഴ്സ് കപ്പിളിന്റെ മൊമെന്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഇസ് 70 ഇൻറ്റു ആം ഓഫ് ദി കപ്പിൾ. ആം ഓഫ് ദി കപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് ആം ഓഫ് ദി കപ്പിൾ, ദാറ്റ് ഇസ് 0.64 meters, and that moment will be 45.01 Newton meters. So this has a value of 45.01 Newton meters. And we have successfully reduced the force system into a force and a couple. നമ്മുടെ ആക്ച്വൽ റിസൾട്ടൻ്റ് എവിടെയായിരുന്നു? 70 ന്യൂട്ടൺ എന്ന് പറയുന്ന ഇതായിരുന്നു അതിൻ്റെ ആക്ച്വൽ റിസൾട്ടൻ്റ്. നമ്മൾ അതിനെ എന്ത് ചെയ്തു? പോയിന്റ് എയിൽ ഒരു ഫോഴ്സും ഒരു കപ്പിളായിട്ട് റെഡ്യൂസ് ചെയ്തു. സോ നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. ഇനി പ്രോബ്ലത്തിൻ്റെ തേർഡ് പാർട്ട്, we have to reduce into a single force and couplet B. നമ്മളുടെ സെയിം അപ്രോച്ച് തന്നെ എടുത്താൽ മതി. കോപ്പി എടുക്കാം.
സോ നമുക്ക് നമ്മളുടെ ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസ് അതായത് നമ്മൾ ഇപ്പോൾ റെഡ്യൂസ് ചെയ്തൊരു ഒറ്റ ഫോഴ്സ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് പോയിന്റ് ബിയിലുള്ള ഒരു സിംഗിൾ ഫോഴ്സും ഒരു കപ്പിളായിട്ട് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, റിസോൾവ് ചെയ്യണം. എന്ത് ചെയ്യണം? നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പോസിഷൻ തന്നെ ഉപയോഗിക്കാം. പോയിന്റ് ബിയിലേക്ക് ഒരു ഫോഴ്സ് ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ സോ പോയിന്റ് ബിയിൽ നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു ഇക്വിലിബ്രിയം ഫോഴ്സ് അങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ സെയിം ഫോഴ്സ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാണ്. മാഗ്നിറ്റ്യൂഡ് എത്ര? ദിസ് ഇസ് 70 ന്യൂട്ടൺസ്. ഓക്കെ, ഇക്വിലിബ്രിയത്തിലുള്ള ഫോഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താ? പോയിന്റ് ബിയിൽ ഒരു ഫോഴ്സും ഒരു കപ്പിളായിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ മതി. ഇക്വിലിബ്രിയം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് റിസൾട്ടന്റിന്റെ വാല്യൂ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇക്വിലിബ്രിയം ഫോഴ്സ് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പോയിന്റ് നമ്മൾ കൊടുക്കുന്ന ഈ രണ്ട് ഫോഴ്സുകൾ ഇവിടെ രണ്ട് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൽ കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 70 മാത്രമല്ല, 50 കൊടുത്താലും ഇക്വിലിബ്രിയം ഫോഴ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ 70 കൊടുത്തതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 കൊടുത്താലേ നമുക്ക് കപ്പിൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? 50 കൊടുത്താൽ നമുക്ക് അവിടെ കപ്പിൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 70 തന്നെ കൊടുത്തത്. ഓക്കെ, സോ ഞാൻ എന്താ പോയിന്റ് ബിയിൽ ഒരു ഇക്വിലിബ്രിയം ഫോഴ്സ് 70 ന്യൂട്ടൺ അപ്വേർഡും 70 ന്യൂട്ടൺ ഡൗൺവേർഡും ഫോഴ്സ് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിൻ്റെ അത് നോക്കുക. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചെയ്തത് എന്താ? പോയിന്റ് ബിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ഫോഴ്സും രണ്ട് ഫോഴ്സും ഉണ്ട്. ഇപ്പോൾ എന്താ ഇതിൻ്റെ അകത്ത് ഈ ഫോഴ്സും കൂടി ഒരു കപ്പിൾ ജനറേറ്റ് ചെയ്യും അല്ലേ? നമുക്ക് കപ്പിൾ എന്ന് വിളിക്കാം. സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. സോ അതിനെ നമുക്ക് അതും കപ്പിളാണ്. കളർ മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 70 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സും 70 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സും കൂടി ഒരു കപ്പിൾ ജനറേറ്റ് ചെയ്യും. ആ കപ്പിളിന്റെ മൊമെന്റ് എന്തായിരിക്കും? മൊമെന്റ് വിൽ ബി ഈക്വൽ ടു കപ്പിളിന്റെ മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 70 ഇൻറ്റു ആം ഓഫ് ദി കപ്പിൾ. ആം ഓഫ് ദി കപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ? നമ്മളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് വാസ് 3.5 meters. പോയിന്റ് എയിൽ നിന്ന് റിസൾട്ടന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.64 meter ആണ്. അപ്പോൾ നമുക്ക് ആം ഓഫ് ദി കപ്പിൾ എത്ര കിട്ടും? 3.5 മൈനസ് 0.64. 3.5 മൈനസ് 0.64 അല്ലേ? ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 200.2 ന്യൂട്ടൺ മീറ്റേഴ്സ്. സോ നമുക്ക് അതിൻ്റെ മൊമെന്റ് നമ്മൾ ഓൾറെഡി എന്താ പറയുക, കപ്പിളിൻ്റെ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? അതിനെ മൊമെന്റ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ ഇതൊരു കപ്പിളായിരുന്നു. ഞാനിപ്പോൾ ഞാൻ കപ്പിളിൻ്റെ മൊമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സും കപ്പിളുമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. കപ്പിളിൻ്റെ ഡയറക്ഷൻ ഏതാ? കപ്പിളിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം. ഇത് നോക്ക്, ഇപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന കപ്പിൾ ഈ ഫോഴ്സ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത്, ഈ ഫോഴ്സ് അപ്വേർഡ് ആക്ട് ചെയ്യുന്നത്. ഇത് എന്ത് കപ്പിളാണ്? ആന്റി ക്ലോക്ക് വൈസ് കപ്പിളാണ്. ഓക്കെ, സോ
ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വേണം ഡയറക്ഷൻ വരയ്ക്കാനായിട്ട്. നമ്മളുടെ നേരത്തെ പറഞ്ഞ കേസിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരെണ്ണം ഇവിടെ ഡൗൺവേർഡും ഇത് അപ്പോഴാണ്. ഇതെന്ത് കപ്പിളാണ്? ഇത് ക്ലോക്ക് വൈസ് കപ്പിളാണ്. സോ മൊമെന്റ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കണം. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ്, ഇവിടെ അത് ക്ലോക്ക് വൈസ് കപ്പിളാണ്. സോ മൊമെന്റ് ഡയറക്ഷൻ ഇടുമ്പോൾ ആദ്യത്തെ കേസിൽ അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കണം, രണ്ടാമത്തെ കേസിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, സോ ദിസ് വാല്യൂ ഇസ് 200.2 ന്യൂട്ടൺ മീറ്റേഴ്സ്. സോ നമ്മളുടെ പ്രോബ്ലത്തിന്റെ മൂന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. പോയിന്റ് ബിയിലേക്ക് ആ സിസ്റ്റം ഓഫ് ഫോഴ്സിനെ ഒരു സിംഗിൾ ഫോഴ്സ് ഒരു കപ്പിളായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ഒരു ചെറിയ കറക്ഷൻ പറയാനുണ്ട്. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. ആള് മൊമെന്റ് ഇവിടെ എടുത്തപ്പോഴത്തേനും ഈ മൊമെന്റ് വാല്യൂ ദിസ് വാസ് 44.8 ന്യൂട്ടൺ മീറ്റേഴ്സ്. അടുത്ത പ്രൊസഷനിൽ വരുന്ന മിസ്റ്റേക്ക് ആണ്. ഞാൻ എൻ്റെ 4 ഡെസിമൽ പ്ലേസ് തന്നെയാണ് അവിടെ കാൽക്കുലേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നത്. 0.64 ആണ്, 0.64 എന്നുള്ള വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ that will be 44.8 ന്യൂട്ടൺ മീറ്റേഴ്സ്. ഓക്കെ, സോ മനസ്സിലാക്കി വെക്കും. ബാക്കി ഓപ്പറേഷൻ ഒക്കെ സെയിം ആണ്. ഓക്കെ.